ബോംബുണ്ടാക്കിയത് CPM. ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് CPM-കാരൻ, പരിക്കേറ്റത് CPM-കാരൻ, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാർ, മരിച്ചവരുടെ ശവസംസ്കാരത്തിന് പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല. 2015 ഇപ്പം നടന്ന സംഭവത്തിൻ്റെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ പൊയിലൂരിൽ ഇതുപോലെ ബോംബ് പൊട്ടിത്തെറിച്ച് 2 പേരും മരിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ല, ഇത് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു, ഒരു ബന്ധം ഇവർക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ 577 രക്തസാക്ഷികളുടെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 2015 ബോംബുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ഈ 2 പേരുടെ കൂടി പടം ഉണ്ടായിരുന്നു. എന്നിട്ട് RSS-നെതിരായിട്ടുള്ള പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ എന്നാണ് എഴുതി വച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും RSS-ഉമായിട്ട് പ്രത്യാക്രമണമൊന്നുമില്ല. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ, ശ്രീഎമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ CPM-ഉം RSS-ഉം തമ്മിൽ ഒരു പ്രശ്നമില്ല, ഒരു സംഘടനയില്ല. അപ്പോൾ ഇത് UDF-കാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയുമാണ്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ജയിക്കുമെന്ന് പറയാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാം. ഒരു സീറ്റ് പോലും ജയിക്കില്ല, ഒരു സീറ്റ് പോലും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് CPM-ഉം BJP-യും തമ്മിൽ ധാരണ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ED-യെ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണെന്നാണ്. എനിക്ക് എന്ത് പങ്കാണുള്ളത് ED കൊണ്ടുവരാൻ? പണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വലിയ ഗമവർജനാണല്ലോ. ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷിക്കാൻ വരുന്നതെന്ന്. ഇപ്പം എന്താ പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്തത്? ഏതെങ്കിലും കേന്ദ്ര ഏജൻസി എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇവിടെ വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ്, ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. ഈ കസേരയിൽ ഇതുപോലെ ഇരുന്ന ഒരാളുണ്ടായിട്ടില്ല. ഇതിനു മുമ്പുള്ള ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഭയന്ന് ആ കസേരയിൽ ഇരുന്നിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണെന്നാണ്. ഇല്ലാത്ത കള്ളക്കേസ് ഒരു സ്ത്രീയിൽ നിന്ന് എഴുതി വാങ്ങി, പരാതി എഴുതി വാങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്ത മാന്യനാണ് ഇനി കസേരയിൽ നിന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷം അന്ന് CBI കേന്ദ്ര ഏജൻസി ആയിരുന്നില്ലേ? ഇല്ലാത്ത കള്ളക്കേസ് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയിൽ നിന്ന് പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് വിട്ട് CBI അന്വേഷിപ്പിച്ചു ഈ പിണറായി വിജയൻ. എന്നിട്ട് ഇപ്പോൾ പറയും അയ്യോ പ്രതിപക്ഷം എനിക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുകയാണ്, വിലപിക്കുകയാണ്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കിഫ്ബിക്കെതിരായി ഞങ്ങൾ നിലപാടെടുത്തു. സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? കിഫ്ബി ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ ഞങ്ങൾ ഉയർത്തിയ തടസ്സവാദങ്ങൾ, ഞങ്ങൾ ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്നാണ് സുപ്രീം കോടതി വിധി. മുഖ്യമന്ത്രി പോയി സുപ്രീം കോടതി വിധി വായിക്കണം. സുപ്രീം കോടതി വിധിയിൽ 2-3 പാരഗ്രാഫുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ കിഫ്ബി ബില്ല് വന്ന കാലം മുതൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന വാദമുഖങ്ങൾ മുഴുവൻ ശരിയാണെന്നാണ് സുപ്രീം കോടതി വിധിയിൽ അടിവരയിട്ടിരിക്കുന്നത്. ഇവരിവിടെ ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസംഗിച്ചല്ലോ, 57,600 കോടി രൂപ കേന്ദ്രം തരാനുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ കള്ളക്കണക്കാണ്. സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്തപ്പോൾ എന്തേ കേരള ഗവൺമെൻറ് 57,600 കോടി രൂപയുടെ കേസ് പറയായിരുന്നു? അവിടെ കടമെടുക്കാൻ അനുമതി നൽകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 57,600 കോടി രൂപ നവകേരള സദസ്സിലെ പ്രചരണത്തിന് വേണ്ടി കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം മറച്ചു വയ്ക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥയായിരുന്നു. ആ കെട്ടുകഥ ഞങ്ങൾ നിയമസഭയിൽ പൊളിച്ചടുക്കി. അതുമായിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ അത് പറഞ്ഞില്ല. കേരളം മുഴുവൻ മുഖ്യമന്ത്രി പ്രസംഗിച്ച, ധനകാര്യമന്ത്രി പ്രസംഗിച്ച 57,600 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് സുപ്രീം കോടതിയിലെ റിറ്റ് പെറ്റീഷനിൽ പറഞ്ഞില്ല. കാപഢ്യമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. ഇവർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി, അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട്, ടാക്സ് പിരിക്കാതെ GST സംവിധാനം തകർത്ത് ഇവർ കേരളത്തെ ഇപ്പോൾ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിണറായി സർക്കാർ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്.